മോദി ഭരണം ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ അന്തകനെന്ന് STU. പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവിനെതിരെ STU കോഴിക്കോട് സൗത്ത് നോർത്ത് മണ്ഡലം തൊഴിലാളി പ്രതിഷേധം സംഘടിപ്പിച്ചു. ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി STU നടത്തുന്ന തൊഴിലാളി പ്രതിഷേധത്തിന്റെ ഭാഗമായി കോഴിക്കോട് സൗത്ത് നോർത്ത് മണ്ഡലങ്ങൾ നടത്തിയ പ്രതിഷേധ സംഗമം STU ദേശീയ പ്രസിഡന്റ് അഹമ്മദ് കുട്ടി ഉണ്ണികുളം ഉദ്ഘാടനം ചെയ്തു. മഹത്തായ ഇന്ത്യൻ തൊഴിലാളി നിയമങ്ങളെ നാമാവശേഷമാക്കിയതിലൂടെ ചരിത്രത്തിന്റെ കറുത്ത അധ്യായങ്ങളിലാണ് ഈ ഫാസിസ്റ്റ് സർക്കാരിന്റെ സ്ഥാനമെന്ന് അദ്ദേഹം പറഞ്ഞു. പാവപ്പെട്ട തൊഴിലാളികളുടെയും കർഷകരുടെയും ബഹുജനങ്ങളുടെയും ദീനരോധനത്തിൽ കേന്ദ്ര സർക്കാർ സന്തോഷം കണ്ടെത്തുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഹിമാചൽ പ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ, അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളും ഇന്നിപ്പോ പവാറിന്റെ വിഭാഗമൊക്കെ തീർച്ചയായിട്ടും കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുന്ന വിധത്തിലാണ് പ്രവർത്തിക്കുന്നത്. ബംഗാളിലാണെങ്കിൽ മമതയുടെ നേതൃത്വം അത് തീർച്ചയായിട്ടും കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ഉത്തരേന്ത്യയുടെ സ്ഥിതി എടുത്താലും വലിയ മാറ്റത്തിന് സാധ്യതയുണ്ട്. ഈ മാറ്റം തീർച്ചയായിട്ടും മോഡി ഗവൺമെന്റിനെ പുഴക്കിക്കൊണ്ട് അതിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കും എന്ന കാര്യം യാതൊരു സംശയവുമില്ല. ഞങ്ങളൊക്കെ അങ്ങനെ പ്രതീക്ഷിക്കുകയാണ്. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഒരു മുന്നേറ്റം അതിനിയും ഒരുപാട് പ്രതീക്ഷകൾക്ക് വകയുണ്ട്. ദക്ഷിണേന്ത്യ ഇവിടുത്തെ വിജയം അതിന്റെ ഏറ്റവും വലിയ നാന്ദിയാണ്. ഈ വിജയം ഇവിടെ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് ആഞ്ഞടിച്ചുകൊണ്ട് ഇവിടെ അതിശക്തമായ ഒരു ഭരണ മാറ്റം കേന്ദ്ര ഗവൺമെന്റിൽ വന്നാൽ മാത്രമേ ഇവിടുത്തെ തൊഴിലാളികൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. ദേശീയ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PM ഹനീഫ മുഖ്യപ്രഭാഷണം നടത്തി. പ്രതിഷേധ പരിപാടിയിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് C ജാഫർ സക്കീർ അധ്യക്ഷനായിരുന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി AT അബ്ദു റഹീം പുതിയകടവ്, NP മുഹമ്മദ് കബീർ, KP അബ്ദുൽ കരീം തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.